എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 8ാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു അധ്യായത്തിന് തലക്കെട്ട് ഇങ്ങനെയാണ്: പുട്ട് പെൻ ടു പേപ്പർ വിത്ത് കെയർ. അതായത് കടലാസും പേനയും ശ്രദ്ധയോടുകൂടി നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സെൻ ബുദ്ധിസ്റ്റ് സന്യാസികൾ അവർ ശ്രദ്ധിക്കുന്ന 2 തരത്തിലുള്ള കലകളുണ്ട്. ഒന്ന് അക്ഷരകല അല്ലെങ്കിൽ കാലിഗ്രാഫി, മറ്റൊന്ന് പെയിൻറ്റിങ് അല്ലെങ്കിൽ ചിത്രകല. അത് രണ്ടിനും നമുക്ക് കടലാസും വേണം, പേനയും വേണം, അല്ലെങ്കിൽ പെൻസിൽ വേണം. ഇപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, വളരെ അധികം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പരിശീലിക്കേണ്ട 2 കാര്യങ്ങളാണ് നമ്മുടെ കൈയക്ഷരം മെച്ചപ്പെടുത്തുക, അതേപോലെ തന്നെ വരയ്ക്കാനുള്ള ആ ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളത്. പലർക്കും ഈ 2 കാര്യങ്ങളിലുള്ള ശ്രദ്ധ പണ്ടേ പോയിട്ടുണ്ടാകാം. നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ കൈയക്ഷരം നന്നായിരിക്കണം എന്ന് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ സ്കൂളിലുള്ള അധ്യാപകരോ പറഞ്ഞിട്ടുണ്ടാകാം. ആ സമയത്ത് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ആരും അത് ചോദിക്കാറുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാത്തിനും നമുക്ക് കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ അധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ എഴുതുന്ന ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൈയക്ഷരം, അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രം. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്കിത് രണ്ടും വളരെ പിന്നിലോട്ട് നിൽക്കുന്ന 2 കാര്യമാണ്. എൻ്റെ കൈയക്ഷരം, ഞാൻ എഴുതുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ പലപ്പോഴും വായിച്ചെടുക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ വരയ്ക്കുന്നതിലും ഞാൻ വളരെ പുറകിലോട്ടാണ്. അപ്പോൾ എനിക്കിപ്പം ഇത് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു എഫേർട്ടും എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് വേറെ ആരെയും കാണിക്കാനോ വേറെ ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ നമ്മുടെ ആ ഒരു അവസ്ഥയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഈ എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക എന്ന് പറയുന്നത്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ എഴുതുകയും അല്ലെങ്കിൽ വരയ്ക്കുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഇന്നർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിചിത്രമായിട്ട് നമുക്ക് ചിലപ്പം കേൾക്കുമ്പോൾ തോന്നിയേക്കാം, പക്ഷെ ഒരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പം ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം, ശ്രദ്ധിച്ച് വളരെ പതുക്കെ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എങ്കിലും നമുക്ക് എഴുതാം. അതുപോലെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പടമെങ്കിലും നമുക്ക് വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ നമുക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പം അതിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ: നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് നമ്മുടെ ഇന്നർ സെൽഫിനെ ഒന്നുകൂടെ ക്ലിയർ ആക്കുക എന്നുള്ള ഒരു പ്രക്രിയയും കൂടെ നമുക്ക് ഇതിലൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ടുപോയ 2 കലകളെ നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതുവഴി നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ നല്ലൊരു ദിവസം കൂടെ നേരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.